ശ്രീ രാജേഷ് ചിറപ്പാട്, ഈ ഇ ഡി സംഘം ഇന്നലെ കോഴിക്കോട് എത്തിയത് കൃത്യമായി അന്ന് തിരുവനന്തപുരത്ത് വീണ ടിയുടെ വീട്ടിൽ റെയ്ഡ് നടത്തിയപ്പോൾ അവിടെ നിന്ന് കിട്ടിയ വീണയുടെ മൊഴിയും അതോടൊപ്പം അവിടെ നിന്ന് കിട്ടിയ രേഖകളുടെയും അടിസ്ഥാനത്തിലാണ്. സ്വാഭാവികമായിട്ടും ഇ ഡിക്ക് അന്വേഷണവുമായി മുന്നോട്ട് പോയേ കഴിയുകയുള്ളൂ. അതിൻ്റെ ഭാഗമായി അന്വേഷണം ആ വ്യക്തികളിലേക്ക് എത്തുകയും ചെയ്യും. അത് എങ്ങനെയാണ് റിയാസ് പറയുന്നത് പോലെ ഒരു പുകമറ സൃഷ്ടിക്കലാവുന്നത്, അതല്ലെങ്കിൽ സംസ്ഥാന സെക്രട്ടറി പറയുന്നത് പോലെ രാഷ്ട്രീയ പകപോക്കലാകുന്നത്? CPM ഇങ്ങനെ ആയിരുന്നോ ഈ വിഷയം കൈകാര്യം ചെയ്യേണ്ടിയിരുന്നത്? ഈ വിഷയം നമ്മൾ ഒരുപാട് ചർച്ച ചെയ്തിട്ടുള്ള വിഷയമാണ്. ഇപ്പൊ ഈ പുതിയ ഇ ഡി റെയ്ഡുമായി ബന്ധപ്പെട്ടിട്ടാണ് നമ്മൾ വീണ്ടും ഈ വിഷയം ചർച്ചയ്ക്ക് എടുക്കുന്നത്. അപ്പൊ ഇന്ന് മുഹമ്മദ് റിയാസ് എം എൽ എ ഈ വിഷയത്തെ സംബന്ധിച്ച് അദ്ദേഹത്തിന്റെ നിലപാട് പറയുകയുണ്ടായി. ആ നിലപാട് രണ്ട് തരത്തിലാണ്. മാത്രമല്ല CPIM-ന്റെ സംസ്ഥാന സെക്രട്ടറി MD ഗോവിന്ദൻ മാസ്റ്റർ ഈ വിഷയത്തെ സംബന്ധിച്ച് പ്രതികരിച്ചിട്ടുണ്ട്. അപ്പോ ഈ രണ്ട് രീതിയിലാണ് അദ്ദേഹം പറഞ്ഞത്. ഒന്ന്, മുഹമ്മദ് റിയാസ് പറഞ്ഞ ഒരു കാര്യം രണ്ട് കാര്യങ്ങളാണ് പറഞ്ഞത്. ഒന്ന്, ഏത് അന്വേഷണത്തെയും നേരിടാൻ തയ്യാറാണ്. ഏത് അന്വേഷണത്തിന്റെ രീതിയിൽ മോഹൻ വർഗീസ് ഒക്കെ പറഞ്ഞതുപോലെ നിയമത്തിന്റെ വഴിക്ക് പോകട്ടെ എന്ന് തന്നെ പറയുന്നുണ്ട്. നമ്മൾ ആ വീഡിയോ കേട്ടിട്ടുള്ള ഒരാളാണ് ഞാൻ. അപ്പോ മാത്രമല്ല, നിയമപരമായിട്ടുള്ള കാര്യങ്ങളെ നിയമപരമായിട്ട് നേരിടും, രാഷ്ട്രീയമായ കാര്യങ്ങളെ രാഷ്ട്രീയമായിട്ട് നേരിടും. കാരണം ഇതിന്റെ അകത്ത് രണ്ട് കാര്യങ്ങളുണ്ട്. അതുകൊണ്ടാണ് അങ്ങനെ പറയേണ്ടി വരും. അല്ലാതെ മുഹമ്മദ് റിയാസ് എന്ന് പറയുന്നത്, വീണ ടി എന്ന് പറയുന്നതും പിണറായി വിജയനെ പോലുള്ള മുതിർന്ന രാഷ്ട്രീയ പ്രവർത്തകന്റെ CPIM പോലുള്ള കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പോളിറ്റ് ബ്യൂറോ മെമ്പറായിട്ടുള്ള കേരള മുഖ്യമന്ത്രി ആയിട്ടുള്ള ആളാണ്. അപ്പൊ അദ്ദേഹവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു വിഷയത്തിൽ ഇ ഡി എങ്ങനെയാണ് ഇ ഡിയുടെ ഒരു ചരിത്രം പരിശോധിച്ച പോലെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ ഒരു ചരിത്രം പരിശോധിച്ച് നോക്കിയാൽ ഈ യൂണിയൻ ഗവൺമെന്റ് വന്നതിന് ശേഷം, ഇന്ത്യ ഗവൺമെന്റ് വന്നതിന് ശേഷം ഇന്ത്യയിൽ ആകമാനം നടത്തിയിട്ടുള്ള ഇടപെടലുകൾ എങ്ങനെയാണ്, അന്വേഷണങ്ങൾ എങ്ങനെയാണ്, റെയ്ഡ് എങ്ങനെയാണ് എന്ന് മനസ്സിലാക്കിയാൽ നമുക്കത് വളരെ പെട്ടെന്ന് നമുക്കത് മനസ്സിലാകും അതിന്റെ പിന്നിൽ രാഷ്ട്രീയം എന്താണ്. രാഷ്ട്രീയ എതിരാളികളെ, കോൺഗ്രസിന്റെ എത്ര ഉന്നതരായിട്ടുള്ള നേതാക്കളെ അടക്കം ചോദ്യം ചെയ്യുകയും അവരെ പല രീതിയിൽ സാമ്പത്തിക കുറ്റകൃത്യത്തിന്റെ പേരിൽ പല രീതിയിൽ ജയിലിലടയ്ക്കാനുള്ള ശ്രമം നടത്തി അങ്ങനെ പല തരത്തിലുള്ള ഇടപെടലുകൾ അവർ നടത്തിയിട്ടില്ലേ? പല ആളുകളും, കോൺഗ്രസിനുള്ളിലെ പല ആളുകളും ഇത്തരത്തിലുള്ള ഇ ഡി റെയ്ഡുകളെയും അന്വേഷണങ്ങളെയും ഭയന്ന് അവസാനം BJP-യിലേക്ക് പോകുന്ന സ്ഥിതി ഉണ്ടായില്ലേ? ഇതൊക്കെ സമകാലിക ചരിത്രമാണല്ലോ. അത് നമ്മൾ മനസ്സിലാക്കണ്ടേ? അപ്പൊ ഇതിൽ രാഷ്ട്രീയമൊന്നുമില്ല എന്ന് പറഞ്ഞാൽ നമുക്ക് എങ്ങനെയാണ് അങ്ങനെ പറയാൻ കഴിയും? രാഷ്ട്രീയമുണ്ട്. രാഷ്ട്രീയം ഉള്ളത് കൊണ്ട് തന്നെയാണ് ഇത്തരത്തിൽ കേരളത്തിലെ ഒരു വലിയൊരു പാർട്ടിയെ, ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ അവർ ഈ രീതിയിൽ വേട്ടയാടാൻ ശ്രമിക്കുന്നത്. പലതരത്തിലുള്ള വേട്ടയാടലുകളുണ്ട്. അതിലൊരു വേട്ടയാടലുകൾ തന്നെയാണ് ഇത്. കാരണം ഇതിനകത്ത് നടന്നിട്ടുള്ള എന്ത് സേവനമാണ് ഇതിന് ബന്ധപ്പെട്ട് ഗവൺമെന്റ് ഈ പറയുന്ന CMR കമ്പനിക്ക് വേണ്ടി ചെയ്തത് എന്നതിനെ സംബന്ധിച്ച് എന്താണ് തെളിവുള്ളത്? ഏത് തരത്തിലുള്ള എന്ത് അന്വേഷണമാണ് അതിന് പിന്നിലുള്ളത്? ഏതെങ്കിലും ആളുകൾ ഇതുമായി ബന്ധപ്പെട്ട് പ്രതിചേർക്കപ്പെട്ടു? ചില സംശയങ്ങൾ ഗവൺമെന്റ് റെയ്ഡ് ചെയ്യുമ്പോൾ റെയ്ഡ് ചെയ്യുന്നതിൻ്റെതായിട്ടുള്ള രാഷ്ട്രീയം. ശ്രീ രാജേഷ്, ഇവിടെ ഒരു സ്വാഭാവികമായിട്ടും പൊതുസമൂഹത്തിന് മുന്നിൽ ഉയരുന്ന ചില ചോദ്യങ്ങളുണ്ടല്ലോ. ഈ ഒരു അന്വേഷണത്തിൽ സഹകരിച്ചുകൊണ്ട് നിലകൊള്ളുക എന്നുള്ളതല്ലേ അതിന്റെ ഏറ്റവും അനുകരണീയമായ ഒരു മാതൃക? മറിച്ച് ഇതൊരു രാഷ്ട്രീയ പ്രേരിതമാണ്, രാഷ്ട്രീയ പകപോക്കലാണ് എന്നതിനപ്പുറം അന്വേഷിക്കാവുന്ന അന്വേഷിക്കട്ടെ, ഞങ്ങൾ എന്തിനും തയ്യാറാണ്, അതിനുശേഷം ഒരു നിഗമനത്തിൽ എത്താം എന്ന് പറയുന്നത് എത്രയോ മനോഹരമായിട്ടുള്ള ഒരു നിലപാടായിരിക്കും. അല്ല, എവിടെയാണ് ഡോക്ടർ കിഷോർ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, എവിടെയാണ് അന്വേഷണത്തോട് നിസ്സഹകരിക്കുന്ന ഒരു നിലപാടുണ്ടായിട്ടുള്ളത്? ഈ 3 വീടുകളിലും അല്ല, അത് തിരുവനന്തപുരത്ത് നമ്മൾ കണ്ടതാണല്ലോ. അത് നിസ്സഹകരണമായിരുന്നില്ല. ഞാൻ പറഞ്ഞോട്ടെ. അല്ല, അങ്ങനെ താങ്കൾ പറഞ്ഞതുകൊണ്ട് ഞാൻ ചോദിക്കുകയാണ്. തിരുവനന്തപുരത്ത് അതിനുശേഷം വീണ ടിയുടെ വീട്ടിൽ റെയ്ഡ് നടത്തിയപ്പോൾ അവിടെ എന്തായിരുന്നു കണ്ടത്? അതൊക്കെ പാർട്ടിക്കാരല്ലെന്ന് പറയുമോ? അതൊന്നും CPM-ന്റെ അനുയായികളല്ലെന്ന് പറയുമോ? അല്ലല്ല, ഞാൻ പറഞ്ഞത് എവിടെയാണ് അന്വേഷണത്തോട് സഹകരിക്കാതിരുന്നത്? വീണ തൈക്കണ്ടിയുടെ വീട്ടിൽ റെയ്ഡ് നടത്തുമ്പോൾ അവർ ഒന്നും കൊണ്ടുപോകാൻ കഴിയിട്ടില്ല. രണ്ടാമത്തെ കാര്യം, അവരെ അങ്ങോട്ട് കൊണ്ടുപോയിട്ടില്ല എന്നെങ്ങനെയാണ് അദ്ദേഹം പറയുന്നത്? കൊണ്ടുപോയോ ഇല്ലയോ എന്ന് എനിക്കറിയില്ല. കാരണം അതൊക്കെ ED ഉദ്യോഗസ്ഥരാണ് അത് സ്ഥിരീകരിക്കേണ്ടത്. പോയിട്ടുണ്ടെന്നും ഇല്ലെന്നും അല്ല, സഹകരിക്കുക എന്ന് പറയുമ്പോൾ തന്നെ അവിടെ വരുന്ന ഉദ്യോഗസ്ഥന്മാരെ മുഴുവൻ ആക്രമിച്ചത് കേരളം മുഴുവൻ കണ്ടതാണ്. നിങ്ങളുടെ തിരുവനന്തപുരത്തെ പ്രവർത്തകർ 70 ദിവസം ജയിലിൽ കിടന്ന ശേഷമാണ് പുറത്തേക്ക് വരുന്നത്. ഇങ്ങനെയാണോ സഹകരിക്കുന്ന അന്വേഷണമായിട്ട്? പഴയ നിങ്ങളുടെ ഒരു കൗൺസിലർ മുട്ട പറക്കിയാണ് ഇവരെ എറിഞ്ഞത്, ആക്രമിക്കാൻ ശ്രമിച്ചു, കാറിന്റെ ചില്ലടിച്ച് തകർത്തു. ആ പാവപ്പെട്ട CIT പ്രവർത്തകൻ കരഞ്ഞുകൊണ്ട് വിട്ടിരുന്നു ഡ്രൈവർ. അദ്ദേഹം സഹകരിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ പറഞ്ഞതാണ്. താങ്കളുടെ അവസരത്തിലേക്ക് വരാം. ശ്രീ രാജേഷ്, തുടർന്നോളൂ. ചെയ്യുന്നുള്ളത് കേരളത്തിലുള്ള ഇന്ത്യയിലുള്ള ജനാധിപത്യ വിശ്വാസികൾ മുഴുവൻ അറിയാം. അത് ഇ ഡി എന്താണ് ചെയ്തത്? എത്ര കേസുകൾ ഇ ഡി തെളിയിച്ചിട്ടുണ്ടെന്നും അറിയാം. രാഷ്ട്രീയ ലാഭത്തിന് വേണ്ടി, രാഷ്ട്രീയമായിട്ടുള്ള സങ്കുചിതമായ രാഷ്ട്രീയ ബോധത്തിന് അടിസ്ഥാനത്തിൽ രാഷ്ട്രീയ ശത്രുക്കളെ വകവരുത്തുന്നതിന് വേണ്ടി ഒരു ഗവൺമെന്റ് ഏജൻസി
ഉപയോഗിക്കുന്ന തരം താഴ്ന്നിട്ടുള്ള ഒരു രാഷ്ട്രീയമാണ് നിങ്ങൾ കൈകാര്യം ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതാണ് ഇവിടെ വെളിച്ചത്താവുന്നത് അല്ലെ? അതാണ് ചർച്ച ചെയ്യപ്പെടേണ്ടത്. അതാണ് ഇതിന്റെ രാഷ്ട്രീയം ഉണ്ടെന്ന് പറയുന്നത്. അപ്പൊ അന്വേഷണത്തോട് സഹകരിക്കാൻ പറ്റില്ല. മുഹമ്മദ് റിയാസ് ഇന്നും പറഞ്ഞിട്ടുണ്ടല്ലോ, ഏത് അന്വേഷണവും പറയട്ടെ, അന്വേഷണത്തോട് സഹകരിക്കാം. പക്ഷെ ഇതിന്റെ പിന്നിലുള്ള രാഷ്ട്രീയത്തെ രാഷ്ട്രീയമായിട്ട് തന്നെ നേരിടും. നിയമത്തെ നിയമപരമായ വിഷയങ്ങളെ നിയമപരമായിട്ട് നേരിടും. അതല്ലേ അതിന്റെ അകത്തൊരു ശരിയായ ഒരു ചോദ്യം ചോദിച്ചോട്ടെ അദ്ദേഹത്തോട്. ഒരു ചോദ്യം, ഈ സഹകരിക്കുക എന്ന് പറയുന്നത് ആക്രമിക്കുക എന്നതാണ്. തരത്തിലുള്ള കുറ്റവാളികളൊന്നും അല്ല, ഒരു കുറ്റവാളികളും അല്ല, മനസ്സിലാക്കണം. ഇതിപ്പോ റെയ്ഡൊക്കെ വന്നിട്ട് എന്നിട്ട് എന്താണ്, എന്ത് രേഖയാണ് വിട്ടോണ്ട് പോയത്? ഒന്നും കൊണ്ടുപോയില്ലല്ലോ, ഒന്നും കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ലല്ലോ. കണ്ടെത്താൻ കഴിഞ്ഞിരുന്നെങ്കിൽ ഇങ്ങനെയല്ലല്ലോ ഇവിടെ വാർത്തകൾ ഉണ്ടാവുക. ഒന്നും കൊണ്ട് കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല, ഒരു പേപ്പർ പോലും കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. ഇതിപ്പോ ഒരു റെയ്ഡ് ഉണ്ടാക്കുമ്പോൾ അത് മാധ്യമങ്ങളിലൂടെ ചർച്ചയാകും, വാർത്തയാണ്. ഇന്നത്തെ മുഴുവൻ ചാനലുകളുടെയും ചർച്ച അതായിരിക്കും അല്ലെ? അപ്പൊ ഇതാണ് അവരെ ഉദ്ദേശിക്കുന്നത്. എങ്ങനെയെങ്കിലും ഇവരെ ഒരു കുറ്റവാളിയാക്കി സമൂഹത്തിന് നിർത്താമെന്ന്. നിയമപരമായ ഒരു കുറ്റവാളികളല്ല ഇപ്പോൾ, ആരും കുറ്റവാളികളല്ല. അപ്പോൾ ഇതിനെ ഈ രീതിയിൽ രാഷ്ട്രീയമായി ദുരുപയോഗിക്കുന്നത് ആരാണ്? ഈ യൂണിയൻ ഗവൺമെന്റ് ആണ്, BJP ഗവൺമെന്റ് ആണ്. അതാണ് നമ്മൾ പറയാൻ ഉദ്ദേശിക്കുന്ന രാഷ്ട്രീയം. ശരി.